പുസ്തകം അവതരിപ്പിക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ശാസ്ത്രീയ നമ്മുടെ സാധാരണ മലയാളിക്ക് പരിചയമുള്ള ഭാഷയിൽ ഒരു പ്രവാസി മലയാളിയാണ്. വളരെ കാലമായി അദ്ദേഹം ഗൾഫ് നാടുകളിൽ പ്രവർത്തിക്കുകയാണ്. നമ്മുടെ വളരെ ബിസിനസിന്റെയും മറ്റും വളരെ ഉയർന്ന മേഖലകളിൽ പ്രവർത്തിച്ച് പരിചയമുണ്ട്. ആ സമയത്തും അദ്ദേഹത്തിന്റെ മനസ്സ് തന്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഒതുങ്ങാതെ ജീവിതത്തിന്റെ വലിയ ആകാശങ്ങളിലേക്ക് ഇടയ്ക്ക് അദ്ദേഹം നോക്കിയതിന്റെ മധുരമായ ചിത്രങ്ങളാണ് ഈ മാലകൾ ശലഭങ്ങൾ എന്ന പുസ്തകത്തിൽ കാണുന്നത്. ജീവിതത്തിലെ രണ്ട് അനുഭവങ്ങളെ അദ്ദേഹം പ്രതിരൂപാത്മകമായി മാലകളിൽ നിന്നും ശലഭങ്ങളിൽ നിന്നും മാലകൾ നമ്മുടെ ആടിക്കത്തുന്ന ആഗ്രഹമാണ്. ഈ പഴയ കാലത്തെ വേദാന്തികളും ജ്വാല എന്ന വാക്ക് തന്നെയാണ് ഉപയോഗിച്ചത്. അതുപോലെ തന്നെ ഈ ജ്വാലയിൽ വീണ് ദഹിക്കുന്ന ജീവിതങ്ങളുണ്ട്. അവരെ പറ്റിയും പഴയ വേദാന്തികൾ ശലഭങ്ങൾ എന്നാണ് പറയുന്നത്. ഇന്ത്യയിലെ പഴയ ചിന്തകന്മാരും ഈ കാലഘട്ടത്തിലെ ഏറ്റവും പുതിയ എഴുത്തുകാരും പെട്ട ഒരു വ്യക്തിയും ജീവിതത്തെ അതിന്റെ ഭംഗികളിലൂടെ നിരീക്ഷിക്കുന്നത് ഒരേ തരത്തിലുള്ള ഭാവനയുടെ ഒരു ലോകത്തിൽ യോജിക്കുന്നത് കണ്ട് ഞാൻ അത്ഭുതപ്പെടുകയാണ്. വേദാന്തിയിൽ ഒരു തത്വത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്, ശിഖിന് ശലഭോ യഥാർത്ഥം. ശിഖി എന്ന് പറഞ്ഞാൽ ജ്വാലയുള്ള അഗ്നി എന്ന് തന്നെ ശിഖയുള്ള ശിഖജ്വാല. ജ്വാലയിൽ ശലഭങ്ങൾ എന്നതുപോലെ മനുഷ്യ മനസ്സ് മനുഷ്യൻ ഈ ജീവിതത്തിൽപ്പെട്ട് അതിന്റെ ആകർഷണത്തിൽപ്പെട്ട് ആകർഷണം കൊണ്ട് തന്നെ അതൊരു ദൈർഘ്യമാണ് മനുഷ്യജീവിതം. അതിനെ എന്താണോ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത് തന്നെ അതിനെ സംഭരിക്കാനും ഇതുകയാണ്. മനുഷ്യൻ പണ്ടേ പറയാറുള്ളത് ലോകത്തിലെ ഏറ്റവും ദയനീയമായ ഒരു വസ്തു ഉണ്ടെങ്കിൽ അത് മനുഷ്യജീവിതമാണ്. ആ ദയനീയത വളരെ ദയനീയത എന്ന
മനുഷ്യൻ സത്യം ആലോചിച്ചാൽ എവിടെയും പ്രവാസിയാണ്. അതുകൊണ്ട് ഗൾഫിൽ പോകുന്ന മനുഷ്യനായാലും ഇവിടെ അഴീക്കോട്ടുകാരനായ ഞാനായാലും നമ്മുടെ ഹൃദയത്തിൽ എവിടെ നിന്നോ മാറ്റി താമസിപ്പിക്കപ്പെട്ടവരാണ് എന്നൊരു തോന്നൽ എപ്പോഴും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇംഗ്ലീഷിൽ പ്രവാസി സാഹിത്യത്തിന് എക്സ്പാട്രിയേറ്റ് ലിറ്ററേച്ചർ എന്നാണ് പറയുന്നത്. നിങ്ങളുടെ പിതൃഭൂമിയിൽ നിന്ന് നിഷ്കാസിതനോ ബഹിഷ്കൃതനുമാണ് നിങ്ങളുടെ. അതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോഴും ഞാൻ എവിടെ നിന്ന് വന്നു എന്നൊരു നോട്ടം ഉണ്ടായിരുന്നു. ഇതിലെ കഥാപാത്രങ്ങളും ഏതോ ഒരു ലോകത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുകയാണ്, അത് സാധിക്കുന്നില്ല. അതിനു മുമ്പ് ഈ ജ്വാലയിൽ അവരുടെ ചിറകുകൾ ഇരിഞ്ഞ് ഇതിലെല്ലാ കഥകളിൽ നമ്മൾ ഈ സാധാരണ വായനക്കാർ ഈ ജ്വാലയിലായിരിക്കും പ്രമിക്കുക. കാരണം അതിന്റെ വർണ്ണനമൊക്കെ അത് വളരെ അംഗസൗഷ്ഠവമുള്ള യുവതികളെയൊക്കെയാണ് അവതരിപ്പിക്കുന്നത്. സാധാരണ വായനക്കാർ ഈ സാഹിത്യത്തിന്റെ ഇന്ദ്രജാലം ഇത്തരത്തിലുള്ള ചില ബാഹ്യ രൂപങ്ങളിലൂടെ പതുക്കെ നമ്മൾ സാധാരണ ശ്രദ്ധിക്കാത്ത ഒരു ലോകത്തിലേക്ക് കൊണ്ടുവരികയാണ്. അതുകൊണ്ട് ഈ ജ്വാലകൾ കാണിച്ച് അതിലേക്ക് ആകർഷിക്കപ്പെടുന്ന ശലഭതുല്യരായ മനുഷ്യജീവിതം ഒടുവിൽ വീണ് കരിഞ്ഞ് പോവുകയാണ്. അത് ഒന്നാമത്തെ കഥയിൽ തന്നെ അത് കാണും. ഏത് നിലയ്ക്കും ഏത് പുരുഷനും ആഗ്രഹിക്കുന്ന ലാവണ്യത്തോടുകൂടിയ ഒരു യുവതി, ബുദ്ധിശാലിക്ക് എല്ലാം ഉണ്ട്. പക്ഷെ ഒരു ശാശ്വതമായ ഒരു ബന്ധമുണ്ടാക്കാൻ കഴിയുന്ന വിധത്തിലുള്ള സാഹചര്യങ്ങൾ ഇല്ലാതെ. അങ്ങനെ അവസാനം ഒരു ചോദ്യമുണ്ട്. ഇവളെ ഉപേക്ഷിച്ച ഒരുത്തൻ വീണ്ടും വന്നിട്ട് വിവാഹം കഴിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ നീ അവനോട് എന്ത് പറഞ്ഞു എന്നൊരു ചോദ്യം. അപ്പോൾ അത് അവസാനിക്കുന്നത് ഞാൻ പറഞ്ഞത് പോടാ പട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതില് താൻ ഈ അനുഭവിക്കുന്ന ജീവിതത്തിന്റെ ഒരു വ്യർത്ഥതയുടെ നേരെയുള്ള ഞാനിതിന് വഴങ്ങുന്നില്ല എന്നുള്ളൊരു പെൺകുട്ടിയുടെ ഒരു ധീരതയുടെ പ്രകടനമുണ്ട്. പക്ഷെ ആ ധീരത പോലും വളരെ ദയനീയമാണ്. അതവരുടെ പ്രത്യക്ഷത്തിൽ കീഴടങ്ങുന്നില്ല എന്നതിന്റെ ഒരു ലക്ഷണമായിട്ടേ കാണാൻ കഴിയുള്ളൂ. കഥാകാരൻ അവിടെ കർട്ടനിടുകയാണ്. കർട്ടനിടാതെ നമ്മൾ ആ പെൺകുട്ടിയുടെ ജീവിതത്തെ പിന്തുടരുകയാണെങ്കിൽ എവിടെയോ വെച്ച് ആ പെൺകുട്ടി ജീവിതം കീഴടങ്ങും എന്നുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ഈ കഥാപുസ്തകത്തിൽ യുവാക്കൾ തമ്മിലുള്ള ബന്ധം ഒരു താൽക്കാലികമായുള്ള ഒരു ലൈംഗികതയായിട്ട് കാണാതെ അതായിരിക്കും നമ്മളെ ആകർഷിക്കുന്നത്. എന്റെ മാധവിക്കുട്ടിയുടെ എന്റെ കഥ വന്നപ്പോൾ നമ്മുടെ രാജ്യത്തിലെ സാധാരണ വായനക്കാരുടെ വായന എത്ര കാപട്യപൂർണവും എത്ര അസമഗ്രവുമാണ് എന്ന് തെളിയിക്കുകയുണ്ട്. അവർ അതിലുള്ള ഭർത്താവിനെ പറ്റി പറയുന്ന ചില അപകർഷദ്യോതകമായ വാക്കുകളും പിന്നെ അവരുടെ താൽക്കാലികമായ അവരുടെ ഹൃദയവികാരങ്ങളുടെ ചാബല്യങ്ങളൊക്കെ പറയുന്നത് മാത്രം വായിച്ചിട്ട് എന്റെ കഥ ഒരു വളരെ അയവുള്ള സദാചാരമുള്ള ഒരു സ്ത്രീയുടെ കഥയാണ് എന്ന ആളുകൾ ധരിക്കുകയുണ്ടായി. അത് നമ്മുടെ ഉപരിപ്ലവ വായന. കേരളത്തിൽ വായനയുണ്ട്, പക്ഷെ ആ വായന